മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗിൽ ധാരണ. 10-ാം തീയതി നടക്കുന്ന UDF ഉഭയകക്ഷി ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്ന് KPA മജീദ്. ആവശ്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടതായി സൂചന. മുജീബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. മുജീബ്, മറ്റു വിശദാംശങ്ങൾ കൂടി. അരുൺ, പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ള മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു മൂന്നാം സീറ്റിനായുള്ള ആവശ്യം. ഈ ആവശ്യത്തിൽ നിന്ന് തൽക്കാലം ഇപ്പോൾ പിന്നോട്ട് പോകേണ്ടതില്ല എന്ന ധാരണ തന്നെയാണ് ആയിരിക്കുന്നത്. മുസ്ലിം ലീഗിൽ എല്ലാ കാര്യങ്ങളും ഉന്നതാധികാര സമിതിയിൽ ചർച്ചയായിട്ടുണ്ടെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ 10-ാം തീയതി നടക്കുന്ന UDF ഉഭയകക്ഷി ചർച്ചയിൽ തങ്ങൾ ഉന്നയിക്കുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതേ സൂചന തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കാലത്ത് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം നടക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളൊക്കെയും തന്നെ ഈ കൂടിക്കാഴ്ചയിൽ സന്നിഹിതരായിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായും ജനമഹായാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതെങ്കിലും ഈ ഒരു ആവശ്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മൂന്നാം സീറ്റിനായുള്ള ആവശ്യത്തിൽ നിന്ന് പിന്മാറണമെന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചതായിട്ടുള്ള ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ മുസ്ലിം ലീഗ് തങ്ങളുടെ ഈ ആവശ്യത്തിൽ തന്നെ തുടരുകയാണ്. ഇങ്ങനെ ഒരു മൂന്നാം സീറ്റിനായുള്ള വാദം മുസ്ലിം ലീഗ് കൃത്യമായി തന്നെ ഉന്നയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദും അതുപോലെ തന്നെ AT മുഹമ്മദ് ബഷീർ, PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ ഹാബ്, MK മുനീർ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരൊക്കെയും തന്നെ പങ്കെടുത്തിരുന്നു. ഈ ഒരു കാര്യം തന്നെയാണ് പ്രധാനമായും ചർച്ചയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും നിലവിലുള്ള സീറ്റുകളിൽ AT മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും തന്നെ അതത് സീറ്റുകളിൽ മത്സരിക്കാം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന ധാരണയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. മുസ്ലിം ലീഗിനകത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദം ലീഗ് നേതാക്കളുടെ മേൽ ഇപ്പോഴുണ്ട്. പുതിയൊരു സീറ്റിന് വേണ്ടി ആവശ്യം ഉന്നയിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ വയനാട്, വടകര, കാസർഗോഡ് മണ്ഡലങ്ങളാണ്. മലബാറിൽ നിന്നുള്ള ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം തന്നെയായിരിക്കും മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുക. അത്തരം ഒരു ആവശ്യം തന്നെയായിരിക്കും UDF ഉഭയകക്ഷി ചർച്ചയിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ.